കുട്ടികളൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തട്ടെ. മോമിനിങ്ങളെ, ഒരു ചെറിയ ഹദീസ് പറഞ്ഞ് നമ്മളെ പിരിയാണ്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വയൗമ യുൻഫഖ് ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. ഈ ആയത്തിനെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ ആയത്തിൽ പറയണം എന്താ, നിങ്ങള് ഖിയാമത്ത് നാളിനെ പറ്റി പറയാണ്. സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് മൂതപ്പെട്ടാൽ മനുഷ്യന്മാരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് മഹ്ശറിലേക്ക് വരും എന്നാണ് ആ പറഞ്ഞതിന്റെ ആയത്തിന്റെ അർത്ഥം. അതാണ് ആ ആയത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴേക്കും ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു, മുആദേ സഅൽതനി അൻ അംറിൻ അലീം, വലിയ ഒരു ഗൗരവമുള്ള കാര്യത്തെ കുറിച്ചാണ് നീ എന്നോട് ചോദിച്ചത്. ഇതിന്റെ മുമ്പാരും മറ്റാരും എന്നോട് ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിന്റെ ഗൗരവം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത്, ഈ രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അതായത് മനുഷ്യന്മാർക്ക് പുനർജന്മം കൊടുക്കുന്ന സമയമാണത്. അപ്പൊ ആളുകൾ അവരുടെ ഖബറിൽ നിന്ന് എണീറ്റ് മഹ്ശറിലേക്ക് വരുമ്പോ 12 കൂട്ടങ്ങളായിട്ടാണ് വരിക എന്ന് മുഹമ്മദ് മുസ്തഫ. മൊത്തം മനുഷ്യന്മാര് 12 ഇനേക്കാറുണ്ട്. 12 ഇനം പറഞ്ഞാൽ 12 സ്വഭാവക്കാരായിട്ടാണ് മഹ്ശറിലേക്ക് വരിക. നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം അല്ലദീന യുഹ്ശറൂന മിൻ ഖുബൂരിഹിം, ഒരു വിഭാഗം ആളുകൾ അവരുടെ ഖബറിൽ നിന്ന് പുറത്തേക്ക് അല്ലാഹു കൊണ്ടുവരുമ്പോ ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ, അവർക്കാർക്കും കൈകളും കാലുകളുമില്ല. അങ്ങനെ നിരങ്ങി നിരങ്ങി ഇങ്ങനെ പള്ളയിൽ അഴിഞ്ഞിട്ടൊരു വിഭാഗം ആൾക്കാർ വരുന്നുണ്ടാവുന്ന. അപ്പോഴേക്കും ഒരു മലക്കങ്ങനെ ഈ ആളുകളെ നോക്കി വിളിച്ചു പറയും അത്രേ, ഫയുനാദാ മുനാദിൻ മിൻ ഖിബലിർ റഹ്മാൻ, ഫയുനാദി മുനാദിൻ മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു മലക്ക് വിളിച്ചു പറയുകയാണ്, ഹൗലാഇൽ ലദീന യുദൂനൽ ജീറാൻ, അയൽവാസികളെ വല്ലാതെ ഇടങ്ങേറാക്കിയ ആൾക്കാരാണ് ഇവര്. എന്നിട്ട് പറയും, വഹാദാ ജസാഉഹും, ഇത് തന്നെയാണ് അവർക്കുള്ള പ്രതിഫലം കേട്ടോ. വമസീറുഹും ഇലന്നാർ, അവരുടെ മടക്കമാകട്ടെ നരകത്തിലേക്ക് തന്നെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു വിഭാഗം. അപ്പോൾ പറഞ്ഞു, ഇനി രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ വരാണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? അല്ലാഹു തആല അവരുടെ മുഖങ്ങൾക്ക് പന്നികളുടെ രൂപമാണ് നൽകിയിട്ടുള്ളത്. അവർ മനുഷ്യരാണ്, പക്ഷേ മുഖമാകട്ടെ പന്നിയുടെ രൂപത്തിലാണ്. അങ്ങനെ വലിയ ഒരു വിഭാഗം ആളുകൾ മഹ്ശറിലേക്ക് വരാനുണ്ട്. ഇവരെ കാണുമ്പോഴേ മലക്ക് വിളിച്ചു പറയുകയാണ്, ഹൗലാഇൽ ലദീന യതഹാബനൂന ബിസ്സലാ, ഇവർ നിസ്കാരത്തെ വില കുറച്ച് കണ്ട ആളുകളാണ്. ചിലപ്പോ നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഇത് കുഴപ്പമുണ്ടോ? അതുമില്ല. ഞാൻ അങ്ങാടി പോയൊരു വക്ത് ഖളായി, അതുപോലെ കുഴപ്പമില്ല, ഞാൻ അടുത്ത വക്ത് ഫ്രീ ആണെങ്കിൽ അത് നിസ്കരിച്ചു. അതായത് നിസ്കരിച്ചാലും അവർക്ക് കുഴപ്പമില്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. വലിയ ഗൗരവത്തിൽ നിസ്കാരത്തിനെ പരിഗണിക്കാത്തവർ ഈ ആളുകളാണ് ഇതെന്ന് മലക്ക് വിളിച്ച് പറയുകയാണ്. ഇതവർക്കുള്ള ശിക്ഷയാണ്. വമസീറുഹും മിനന്നാർ, ഇവരും മടങ്ങാനുള്ളത് നരകത്തിലേക്കെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിനോട് സമാനമായൊരു സംഭവം ദുർറത്തുൻ നാസിഹീൻ എന്ന് പറഞ്ഞ കിതാബിൽ കാണാൻ കഴിയും. മുത്തുനബി തങ്ങളൊക്കെ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. ഒരു യുവാവ് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ മാതാബി, എന്റെ ഉപ്പ മരിച്ചു പോയല്ലോ. വലൈസലഹു കഫനും വലാ ഗാസിൽ, കഫൻ ചെയ്യാനുള്ള വസ്ത്രം എന്റെ പെരയിലില്ല, കുളിപ്പിക്കാനും ആരുമില്ല. ആരെങ്കിലും എന്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞേക്കുമോ?
നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും പറഞ്ഞയക്കുകയാണ്. അവര് രണ്ടുപേരും ആ വീട്ടിൽ വന്നിട്ട് ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കാൻ നോക്കുമ്പോ ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ ഒരു പന്നിയുടെ രൂപമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ മയ്യത്തിന്റെ മുഖം ഓൽക്ക് പേടിയായി. വേഗം മദീന പള്ളിയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് ആ മനുഷ്യന്റെ മുഖത്തുനിന്ന് തുണി ഒന്ന് മാറ്റി അയാളെ കുളിപ്പിക്കാൻ എടുക്കുമ്പോ അയാളെ മുഖം ഒരു പന്നിയുടെ മുഖം പോലെ മാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് നബിയേ, അതുകൊണ്ട് ഞങ്ങൾ ഓടി വന്നതാ. നബി തങ്ങൾ ചെന്നു. ആ പരി ചെന്ന മനുഷ്യന് വേണ്ടി വേർന്നു എന്നാ. അപ്പൊ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മുഖം പഴയതുപോലെ തന്നെ മടക്കി കൊടുത്തു. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കാരം കഴിഞ്ഞു. ഖബറടക്കാൻ വേണ്ടി മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കുമ്പോ മയ്യത്തിന്റെ മുഖം പിന്നെയും മാറ്റം വരികയാണ്. ഖബറടക്കലൊക്കെ കഴിഞ്ഞപ്പോ നബി തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിന്റെ ഉപ്പ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിരുന്നല്ലോ, ആ തെറ്റെന്തെന്ന് പറഞ്ഞു തരുമോ? ആ കുട്ടി പറഞ്ഞത്, കാന അബീ താരിക സ്വലാ, നബിയെ, ബാപ്പ നിസ്കരിക്കൂലെന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹാകദാ യുബഅതു താരിഖു സ്വലാത്തി മിസ്ലൽ ഖിൻസീരിൽ അസ്വദി, നിസ്കാരമില്ലാത്തവർ മഹ്ശറിൽ വരുമ്പോ അവർ കറുത്ത പന്നികളുടെ രൂപത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നിസ്കാരത്തിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അത് നല്ല ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ വരുമ്പോ അവരെ വയറിങ്ങനെ വല്ലാതെ വീർത്തിട്ടുണ്ടാവുന്ന, വയറിന്റെ ഉള്ളിൽ നിറച്ച് പാമ്പുകളും തേളുകളും നിറക്കപ്പെട്ടിട്ടുണ്ടാവുന്ന, മലക്ക് വിളിച്ചു പറയുന്നത്, ഹൗലായി അല്ലദീന യംനഊന സക്കാ, അവരുടെ സമ്പത്തിന്റെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാത്തവരാണ്. ചില ആൾക്കാർ വരുമ്പോലെ ശരീരത്തിലാകെ ഈ പടർന്നു പിടിക്കുന്ന വസൂരി പോലെയുള്ള രോഗം ഉണ്ടല്ലോ, അങ്ങനത്തെ രോഗം പിടിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മാംസകഷ്ണം ഇങ്ങനെ കൊഞ്ഞാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കൂട്ടം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ വിഭാഗം ആളുകൾ സ്വന്തം ഉമ്മയെയും ബാപ്പയെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്തുണ്ട് കുറച്ചാളുകൾ മഹ്ശറിലേക്ക് വരാൻ. എന്താണ് ഓല പ്രത്യേകത എന്നറിയുമോ? വുജൂഹും കൽ ഖമരി ലൈലത്തുൽ ബദരി, 14 രാവിലെ ചന്ദ്രനെ പോലെ അവരുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. അവരെ കാണുമ്പോഴേ മലക്ക് വിളിച്ചു പറയുകയാണ്, ആരാണീ വരുന്നതെന്നറിയുമോ? അവർ സ്വാലിഹായ അമലുകൾ ചെയ്തവരാണ്, തൗബ ചെയ്ത് മരണപ്പെട്ടവരാണ്. ഓല മുഖം ഇങ്ങനെ കാരണം 14 രാവിലെ ചന്ദ്രൻ പോലെ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മളെ നിസ്കാരം അതിന് കാരണമാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ 12ാമത്തെ രാവിലെ ഒരാൾ തറാവീ നിസ്കരിക്കുമ്പോ ആ മനുഷ്യനുണ്ടല്ലോ, നാളെ മഹ്ശറിൽ വരുമ്പോ അവരുടെ മുഖവും 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. ഇന്നത്തെ നിസ്കാരക്കാർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം അതാണ്. അല്ലാ, ഞങ്ങളെ നിസ്കാരം അതിനെ പറ്റിയ നിസ്കാരമായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെയും ആ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹു നമുക്കൊക്കെ ആ ഭാഗ്യം തരട്ടെ. ഒരു ചെറിയ മസാല ഉണ്ട്, ഒരു ദിക്റ് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. ഒരാളൊരു സംശയം ചോദിച്ചത്, നമ്മളെ വായിലുള്ള ഉമിനീര്, തുപ്പലം അല്ലെ കഫം, അതൊക്കെ നജസാണല്ലോ, അത് വസ്ത്രത്തിലായാലും നിസ്കരിക്കാനും പറ്റൂല. അതുപോലെ മൂക്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ചീരാപ്പ്, അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ ആയാലും നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഏതോ ഒരു സ്ത്രീ സംശയം ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. സംശയം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കണം? സംശയം മനസ്സിലായില്ലേ? ആ, അപ്പൊ അവിടെ ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ തുപ്പലവും കഫവും ഒന്നും എന്തല്ല, നജസല്ല. അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഉണ്ട് എന്ന് കരുതി നിസ്കാരത്തിന് വല്ല പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നമല്ല.
അപ്പൊ ഒരാള് നിസ്കരിക്കണ സമയത്ത് നോക്കണേ, ഇപ്പൊ ഒരാളെ നിസ്കാരത്തിൽ ശക്തമായി കുറച്ചു, അയാളെ വായിലേക്ക് നിറച്ച് കഫം വന്നു. ആ കഫം നിസ്കാരത്തിൽ വിഴുങ്ങാൻ പാടില്ല. നിസ്കാരത്തില് വായിലേക്ക് കഫം കുരച്ചിട്ട് വന്നാൽ ആ കഫം വിഴുങ്ങരുത്, വിഴുങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുന്ന. കഫം വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ലേ? ആ മസാല എല്ലാവർക്കും അറിയില്ലേ? എന്നാ അതേപോലെ നിസ്കാരത്തിൽ കഫം വിഴുങ്ങിയാൽ എന്ത് മുറിയും? നിസ്കാരം മുറി. പിന്നെ എന്താ കാട്ടേണ്ടത്? തുപ്പിക്കളയണം. പെരയിന്നൊക്കെയാണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിലാണ് തുപ്പണം. നിലത്തുക്കോ ചോരുമക്കോ ടൈൽസുമൊക്കെ തുപ്പണം, തുടച്ചു വൃത്തിയാക്കിയ പോലെ. ഇനി അവളെ പള്ളിയൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലോ വസ്ത്രത്തിലേക്ക് തുപ്പണം, അതാ നിയമം. അറബികളൊക്കെ പള്ളി കണ്ടിട്ടില്ല നിങ്ങൾ? ഫുള്ള് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നിരത്തി വെക്കണേ. അത് നല്ല ശൈലിയാണത്. അല്ലെ പോക്കറ്റിൽ ടവൽ ഉണ്ടാകണം. ഇപ്പൊ തൊള്ളിക്ക് നിസ്കാരത്തിൽ കഫം എന്ത് ചെയ്യണം? ആ ടവലേക്ക് തുപ്പണം, പോക്കറ്റ് കിട്ടണം. അല്ല തലയിലോ ടവല് കിട്ടീനു അല്ലെങ്കിൽ തൊപ്പി ഉണ്ടായിരുന്നു, അതെടുത്ത് കണ്ട് അയക്ക് തുപ്പി കണ്ടത് പോക്കറ്റ് കിടാം. തുപ്പി കണ്ട് നിലത്ത് വെക്കുമ്പോ പള്ളി ആവുമ്പോൾ അത് ശ്രദ്ധിക്കണം. എല്ലാവരും നല്ലത് എവിടെ കിടലാണ്? പോക്കറ്റ് കിടലാണ്. ഇനി ഒന്നും പറ്റില്ല, നമ്മള് പോക്കറ്റ് തുപ്പിയാൽ മതി. ഒരു കുഴപ്പമില്ല. പോക്കറ്റ് ഇടത് ഭാഗത്ത് വെച്ചിക്കണത് ഇടത്തെ ഭാഗത്ത് പോക്കറ്റ് സംവിധാനിച്ചൊക്കെ അങ്ങനെയാണെന്ന് പഴയ ഉസ്താദ്മാര് പറയലുണ്ട്. എന്തായാ മതി, നിസ്കാരത്തിൽ കഫം വന്നാൽ എടുക്ക് തുപ്പാം, ഇടത്തെ പോക്കറ്റ് തുപ്പ, ഒരു കുഴപ്പമില്ല. ഫോണും പൈസ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള അതൊക്കെ ഒന്ന് വേറെ വിഷയം. നമ്മുടെ നിസ്കാരമാണല്ലോ പ്രധാനം. എന്തായാലും പറഞ്ഞ അപ്പോ നിങ്ങൾ കഫം ശരീരത്തിലോ വസ്ത്രത്തിലോ ആയി എന്നുള്ളതുകൊണ്ട് നിസ്കരിക്കണതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ആ സാധനം എന്തല്ല? നജസല്ല. അതേപോലെ തന്നെയാണ് മൂക്കിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതും എന്തല്ല? നജസല്ല. ഒരാൾക്ക് ജലദോഷം വരുന്നുണ്ട്, ഓനതാ ഓന്റെ ശരീരം കൊണ്ട് വസ്ത്രത്തിലുള്ള ഏതൊരു തുണി കൊണ്ടോ ഏതോ വസ്ത്രം കൊണ്ടോ അത് തുടച്ചു, ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒക്കെ ആ ചീരാപ്പയക്കണം, വലിയ പ്രശ്നമുണ്ടോ? ഇല്ല, അത് നജസല്ല. നിസ്കരിക്കുമ്പോ നജസിൽ നിന്ന് ശുദ്ധിയാകണമെന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങള് നിസ്കരിക്കണ സമയത്ത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയി എന്നുള്ളത് കൊണ്ട് നിസ്കാരത്തിന് പ്രശ്നമൊന്നും പറ്റൂല. നിസ്കരിക്കണതിന് മുമ്പ് തന്നെ ശരീരത്തിലും വസ്ത്രത്തിലും ഉള്ളതാണെങ്കിൽ അതൊക്കെ നീക്കി വൃത്തിയാക്കി നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരത്തിനോടൊരു മര്യാദയാണ്. ഏതാണല്ലോ കൊണ്ട് നിസ്കാരം ബാത്തിലാകണ കുഴപ്പമില്ല. പറഞ്ഞ അവസരം മനസ്സിലായിട്ടില്ലേ? നിർത്താൻ കുറെ ആൾക്കാരെ ദ്വേർക്കാൻ പറഞ്ഞു. ഇന്ന് മഗ്‌രിബിന്റെ ശേഷം തണ്ടുകൂടുന്ന സീദിക്കോയ തങ്ങളെ വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ ചികിത്സക്ക് വരുന്ന മഞ്ഞപ്പെട്ടി എന്നാണ് സ്ഥലം പറഞ്ഞു തോന്നുന്നു. അവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ തലച്ചോറിനുള്ളൊരു മുഴ വന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷത്തിന് വേണ്ടി അഡ്മിറ്റ് ആക്കിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമം പറഞ്ഞു. അങ്ങനെ 2-3 ആൾക്കാർ ദ്വേർക്കാൻ പറഞ്ഞു. നമ്മളെല്ലാവർക്കും എല്ലാവരും നാമയും പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങളെ ഈ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ തറാവീഹ് കാരണം ഈ റമളാനിലെ 2ാമത്തെ 10-ൽ നിന്റെ മഗ്ഫിറത്തും സ്വർഗവും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ബഹുമാനപ്പെട്ട തണ്ടുകോടുള്ള സീദിക്കോയ തങ്ങൾ മഞ്ഞപ്പെട്ടിയിലുള്ള ഹാരിസ് ബാബു എന്നൊരു ചെറുപ്പക്കാരന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ ചെറുപ്പക്കാരന്റെ രോഗം എന്ത് തന്നെയായാലും അല്ലാഹു നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ അത് വളരെ റാഹത്തിലും സന്തോഷത്തിലും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ പുത്തനത്താടിലുള്ള ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൂത്തമ്മ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹുവേ ആ ഉമ്മാക്ക് ജീവിതമാണ് നിന്റെ അടുക്കൽ ഖൈറെങ്കിൽ ആരോഗ്യമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ആരോഗ്യത്തോടെയുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അതല്ല മരണമാണ് നിന്റെ അടുക്കൽ ഖൈറെങ്കിൽ റബ്ബേ ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ അല്ലാഹ്. ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പന്തല്ലൂരുള്ള ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് വീട് പണി എളുപ്പത്തിൽ പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നീ എളുപ്പത്തിൽ പൂർത്തിയാക്കണേ അല്ലാഹ്. അതിനു വേണ്ട സാമ്പത്തിക വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നീ സഹായിക്കണേ അല്ലാഹ്. കണ്ടത്താണിയുള്ള ഒരു സഹോദരൻ വിളിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ രോഗിയാണ്, മരുന്നൊന്നും കുടിച്ചിട്ട് ക്ഷീണം മാറുന്നില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റബ്ബേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. അവരുടെ വേദനകൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ക്ലാസ് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവർ, ആമീൻ പറയുന്നവർ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ഞങ്ങളിലും കുടുംബത്തിലും ബന്ധപ്പെട്ടവരിലും ഒക്കെ ഉണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. റമളാന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഖുർആന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. റബ്ബേ എല്ലാ ലഹരികളിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഫിത്നയിൽ നിന്നൊക്കെ ഞങ്ങളെ മക്കളെയും ശിഷ്യന്മാരെയും നീ കാക്കണേ അല്ലാഹ്. നീ
നീ കാക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയവരുടെ ഒക്കെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.